അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇന്നിപ്പോൾ സഫാ മർവയ്ക്കിടയിലാണ്. സഅയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സാധാരണ സഅയ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയവും അതുപോലെ സഫാ മർവയ്ക്കിടയിൽ പ്രത്യേകമായിട്ട് ഓടേണ്ട ഭാഗവുമുണ്ടല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓടുന്നതിൻ്റെ രഹസ്യം, സ്ത്രീകൾ ഓടാത്ത എന്താണ്, പുരുഷന്മാർ മാത്രം ഓടുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഉംറയുടെയും ഹജ്ജിന്റെയും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് സഅയ് ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധമായ സഅയ് കർമ്മം സഫാ മർവയ്ക്കിടയിലാണ് നിർവഹിക്കുന്നത്. എന്താണ് സഅയിൻ്റെ പിന്നിലുള്ള ചരിത്രം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ പരിസരത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആക്കിയിട്ട് പോകുന്ന ഹാജറ ബി റളിയല്ലാഹു തആല അൻഹ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വെള്ളവും അതുപോലെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണവും എല്ലാം കഴിയുകയാണ്. ആ സമയത്ത് ഹാജറ ബി റളിയല്ലാഹു തആല അൻഹ മകന് ഒരല്പം വെള്ളം ലഭ്യമാക്കാൻ വേണ്ടി മഹദി അവർകൾ പരിസരങ്ങൾ മുഴുവനും നോക്കുന്നു. കാണാതായപ്പോഴാണ് തൊട്ടടുത്ത് കാണുന്ന ഏകദേശം കഅബാലയത്തിൽ നിന്ന് 130 മീറ്റർ മാത്രം അകലെയുള്ള ചെറിയൊരു കുന്ന്, അതാണ് സഫാ കുന്ന്. മറുഭാഗത്ത് കാണുന്ന സഫയേക്കാൾ ഒരല്പം ഉയരം കുറവുള്ള മറ്റൊരു കുന്ന്, അത് മർവാ കുന്ന്. ഈ രണ്ട് കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ദൂരെ നിന്ന് വല്ല യാത്രാ സംഘവും വരുന്നുണ്ടോ എന്ന് മഹദിയായ ഹാജറ ബി റളിയല്ലാഹു തആല അൻഹ നോക്കുന്ന രംഗം. ആദ്യം വളരെ ലാഘവത്തോടെ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി നോക്കുന്നു. മഹദികൾ തിരിച്ചിറങ്ങുന്നു, മർവാ കുന്നിലേക്ക് വരുന്നു. അവസാനം വെള്ളം കിട്ടാതായപ്പോൾ മഹദിയായ ഹാജറ ബി റളിയല്ലാഹു തആല അൻഹ വെപ്രാളവും പരവശതയും അധികരിച്ചിട്ട് ആ കുന്നിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ ഇടയിൽ തൻ്റെ കുഞ്ഞ് കരഞ്ഞ് വിഷമിക്കുന്നോ എന്ന് കരുതി കഅബാലയത്തിൻ്റെ പരിസരത്തേക്ക് എത്തി നോക്കുന്നുമുണ്ട്, അതിൻ്റെ ഇടയിൽ ഓടുന്നുമുണ്ട്. ഈ സംഭവമാണ് ഹാജിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബമായ ആ അഹ്ലുബൈത്ത് ചെയ്ത അതേ കാര്യം ഹാജറ ബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൽ അർപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിലേക്ക് പരമമായി ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു തവക്കുലിൻ്റെ പരമകാഷ്ഠ അത് ഒന്ന് തങ്ങളുടെ പ്രകടനത്തിലൂടെ പ്രകടമാക്കാനാണ് അള്ളാഹു ഹാജിമാരോട് കൽപ്പിച്ചിട്ടുള്ളത്. അതാണ് സഫാ മർവയ്ക്കിടയിൽ ചെയ്യുന്ന സഅയ്. അത് ചെയ്യാതെ ഉംറയോ ഹജ്ജോ പൂർത്തിയാവുകയില്ല എന്ന് ഉറപ്പാണ്. ആ സഅയ് കർമ്മം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് പച്ച ലൈറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഓടുക എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഹാജറ ബീവി അധികമായി ഓടിയത്. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഓടണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കാണിക്കുകയും പുരുഷന്മാരോട് അവിടെ എത്തുമ്പോൾ ഓടാൻ കൽപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമുണ്ടാകും, ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ സ്ത്രീയാണ്, യഥാർത്ഥത്തിൽ ഹാജറ ബീവിയാണ് അവിടെ എത്തിയപ്പോൾ ഓടിയത്. അങ്ങനെയെങ്കിൽ ഓടേണ്ടത് സ്ത്രീകൾ തന്നെയല്ലേ എന്ന്. എവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു സാങ്കേതിക വശവും ഒരു മാനുഷിക പരിഗണനയും മനസ്സിലാകുന്നത്? ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിയ ഓട്ടം തന്നെയാണ് നമ്മളെല്ലാം ഓടുന്നത്. പക്ഷേ ആ ഓട്ടത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായോഗികവൽക്കരിക്കുകയും അതൊരു ഇബാദത്തിൻ്റെ ഭാഗമാക്കുകയും അതിനുമപ്പുറം പരിശുദ്ധമായ ദീനിൻ്റെ ഒരു ഷിയാറാക്കുകയും ചെയ്തു. ആ ഷിയാറിനെ പ്രതിഫലിപ്പിക്കേണ്ടത് മനുഷ്യരാണ്. പക്ഷേ മനുഷ്യരുടെ കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരിക്കെ സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാരുടെ ഇടയിൽ ഓടിക്കുന്നത് ഒരു മാന്യതക്കുറവായിട്ട് കാണുന്നു. അതുകൊണ്ട് മാന്യതയില്ലാത്തൊരു കാര്യം സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പരിശുദ്ധമായ ഇസ്ലാം അവിടെ നിരുത്സാഹം നൽകുകയാണ്. അവിടെ പുരുഷന്മാരോടാണ് ഓടാൻ കൽപ്പിച്ചത്. പുരുഷന്മാർ മാത്രം ഓടുമ്പോൾ സ്ത്രീകൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാന്യതക്കുറവോ അല്ലെങ്കിൽ ഒരു പക്വതക്കുറവോ കാണുന്നില്ല. പുരുഷന്മാർ ഓടുകയും സ്ത്രീകൾ നടക്കുകയും ചെയ്യുമ്പോൾ മാന്യമായൊരു സമൂഹത്തിൻ്റെ ഇബാദത്തായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം നൽകാനും അവരുടെ മാന്യതയ്ക്ക് കുറവ് വരാനും വേണ്ടിയിട്ടാണ് പുരുഷന്മാരോട് ഇസ്ലാം ഓടാനും ആ ഷിയാറിനെ നിലനിർത്താനും കൽപ്പിച്ചത്. സ്ത്രീകളും ആ ഷിയാറിൽ കൂടെ തന്നെ സഞ്ചരിക്കണം. പക്ഷേ അവരുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് അവർ പതിയെ സാവധാനത്തിൽ നടന്നു വന്നാൽ മതി. അങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ആൾ സാന്നിധ്യമോ ഒരു മനുഷ്യ സാന്നിധ്യമോ മറ്റോ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നുമ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ വല്ല സഹായവും ചെയ്യാൻ വന്നവരാണെങ്കിൽ, നിങ്ങളുടെ പക്കൽ വല്ല സഹായവും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ, അല്ലാതെ പേടിപ്പെടുത്തുകയോ ഭീതിപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ്
ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ കഅബാലയത്തിൻ്റെ അടുത്തേക്ക് ഓടുമ്പോഴാണ് തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും അവിടുത്തെ ചിറവ് കൊണ്ട് അടിക്കുകയാണ് ചെയ്തത് എന്ന് ഒരു റിപ്പോർട്ടിൽ കാണാം. അതല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കൈകൊണ്ട് കുഴിക്കുകയാണ് ചെയ്തത് എന്ന് മറ്റൊരു രൂപത്തിൽ കാണാം. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പരിശുദ്ധമായ സംസം കിണർ കുഴിച്ചത്. അങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് നിർഗളിച്ച വെള്ളം മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ സംസം, നീ അവിടെ ഒതുങ്ങി നിൽക്കണം എന്ന് കൽപ്പിക്കുകയും അങ്ങനെ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൽപ്പന പ്രകാരം സംസം ഒരു നദിയാകാനുള്ളതൊരു കിണറായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മക്കയിലൂടെ ഒഴുകുന്ന ഒരു വലിയ വാദിയായി, നദിയായി സംസം മാറുമായിരുന്നുവെന്ന്. അള്ളാഹു ആ ചരിത്രം അനുസ്മരിക്കാനും മഹദിയവറുകളെ അവരുടെ ഈമാനെ ഹൃദയത്തിലേക്ക് ആവാഹിപ്പിച്ച് കൂടുതൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അടുക്കാനും നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.